ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? എനക്കും എൻ്റെ മക്കൾക്കും സുഖം തന്നെയാണ് കേട്ടോ. അൽഹംദുലില്ലാഹ്, ഞങ്ങളെല്ലാവരും ഇവിടെ റാഹത്തായിട്ടിരിക്കുന്നുണ്ട്. അപ്പം എന്നത്തെയും പോലെ തന്നെ രാവിലെ എണീച്ച് എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ രാത്രി ലസ് കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താക്കി, കുറച്ച് ഉള്ളിയും തക്കാളി ഒരു ഉരുളങ്കിഴങ്ങും ഇതൊക്കെ പാടിട്ടിട്ട് അടുപ്പത്ത് കുക്കറിലാണ്ട് വെച്ചിട്ട് അതൊന്നും വല്ലാതെ കാണിച്ചിട്ടില്ല. അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണ തന്നെയാണല്ലോ. ഞാൻ കുറേ വീഡിയോ ചെയ്തതാണല്ലോ കടലക്കറിയൊക്കെ വെക്കണത്. അപ്പോൾ ഞാൻ ചെയ്തില്ല. അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ടായിന്. അത് നോമ്പിൻ്റെ മുമ്പേ ഞങ്ങൾ കേരളത്തേക്ക് പോകുന്നതിൻ്റെ മുമ്പേ കൊടുന്ന് വെച്ചാണ് കേട്ടോ. അപ്പോൾ അതിലൊന്നും ഇല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അരിച്ചിട്ടെടുത്താൽ ഒരു ഇതെല്ലാം വെച്ചിട്ട് ഞാനത് അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ കുറേ ദിവസമായില്ല പറയാതെ, പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളുടെ സപ്പോർട്ടും നല്ല ഉണ്ട് കേട്ടോ. എന്നാലും ഒന്നും കൂടി പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് അടിക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. നിർബന്ധമായിട്ട് നിങ്ങൾ ലൈക്ക് അടിക്കണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഞാനിതാ ഈ ഒരു ചപ്പാത്തി വരുത്തുന്ന ഈ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല യൂസാണ് ഈ സാധനം. എന്താ പറഞ്ഞാൽ നമ്മൾ ഈ അങ്ങനെ സ്ലാമിലിട്ട് പരത്തുന്ന സമയത്ത് അതിൻ്റെ ഇത് ഒട്ടിപ്പിടിച്ചിട്ടും നമുക്ക് അപ്പം തന്നെ തുടച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പോൾ ഈ ഒരു സാധനം ആകുമ്പോൾ ഇതൊരു റബ്ബർ ഷീറ്റ് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. നോക്കുമ്പോൾ ഇത് നമ്മൾ ആ സ്ലാം വെച്ചിട്ട് പരത്തുന്നുണ്ടെങ്കിൽ ഇതവിടെ ഷീറ്റല്ല ഒട്ടി അവിടെ പിടിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പരത്തിയിട്ടുണ്ടെങ്കിൽ ഇതാണ് തേച്ചേക്കിട്ട് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. നല്ല യൂസായ സാധനമാണ്. അപ്പോൾ ആരെങ്കിലും വേണ്ടവരുണ്ടെങ്കിൽ ഇത് മീഷോയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, വാങ്ങിക്കോളിട്ടോ. നല്ല യൂസാണ് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ എന്താക്കി, ഞാൻ തേങ്ങ അരച്ച് നോക്കുമ്പോൾ തേങ്ങ കരണ്ടൊന്നുമില്ല. ഞാൻ എന്താക്കി, തേങ്ങ അരച്ച് നോക്കുമ്പോൾ മിക്സിയിൽ വല്ലാതെ അരിഞ്ഞ് കിട്ടുന്നൊന്നുമില്ല. രാത്രിയുടെ കരണ്ട് ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ എന്താക്കി, അത് അരിയുന്നത്ര എന്നിട്ട് അതിൻ്റെ പാലാണ് എടുത്തത്. അതിൻ്റെ പാലെടുത്ത് പിന്നെ എന്താക്കി പറഞ്ഞാൽ തേങ്ങാപ്പാലാണ് എടുത്തത്. അരിഞ്ഞത്ര കിട്ടിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പീരെ കിടക്കുമല്ലോ അരിയാത്തത്, അങ്ങനെ ഒഴിച്ചാൽ. അപ്പോൾ അതിൻ്റെ പാലെടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടോ. പിന്നെ അത് ചപ്പാത്തി എന്താക്കി കുറച്ചൊക്കെ ഞാൻ പരത്തി കൊടുത്ത് ചെറുത് ചുടുന്നുണ്ട് കേട്ടോ. മൂത്തോളം മദ്രസ പോയിക്കായിരുന്നു, ഷിഫിനെ മദ്രസ പോയിക്കായിരുന്നു. ഞങ്ങൾക്ക് 10 മണിക്ക് മദ്രസ ആയതുകൊണ്ട് ഓള് ചുടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് പറഞ്ഞു, വേണ്ട നീ ചുടണ്ട, നീ പോയിട്ട് റെഡി ആയിക്കോ, പോയി കുളിച്ച് മദ്രസ പോകാനുള്ള ഒരുങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാനും ചുടുകയാണ് കേട്ടോ. ബാക്കിയുള്ളൊരു മദ്രസക്കെല്ലാം പോയി ഒരു സമാധാനത്തിൽ ചുട്ടാൽ മതിയല്ലോ. അങ്ങനെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ രാവിലെ നീക്കുക, പിന്നെയും പോയിട്ട് കിടക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അങ്ങനെ കടലക്കറിക്ക് എന്താക്കി ലേശം ഉള്ളിയും കരിയാമ്പലൊക്കെ ഇട്ടിട്ട് നല്ലോണം ചുവന്നുള്ളി പിന്നെ ചോപ്പിച്ചിട്ട് അയക്കാൻ കരിയാപ്പല ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ. ഇതൊന്നും ഞാൻ പ്രത്യേകിച്ചൊന്നും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണേനു. എന്നാലും എന്തായാലും വേണ്ടിയിട്ടൊരു വീഡിയോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എടുക്കുകയും ചെയ്യുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ കടലക്കറി വെക്കുന്ന സമയത്ത് കടലക്കറിക്ക് കുറച്ച് മൊയ്പ്പിട്ടാൽ ഒരു കയ്യിൽ കടല കോരിയിട്ട് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് പേടിയാകില്ല. ഇൻവേർട്ടർ പുതിയതാണല്ലോ, വല്ലാതെ അതിലിട്ട് മിക്സിങ് കൊണ്ട് കളിക്കാൻ എനിക്കൊരു പേടി കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ സ്കൂൾക്കൊന്നും കൊണ്ടുപോകാനൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ ഈ തിന്നാനല്ലേ ഉള്ളൂ. അങ്ങനെ എന്താ പിന്നെ ചപ്പാത്തിയൊക്കെ വീണ്ടും ചുടലൊക്കെ കഴിഞ്ഞ് ആയിട്ടോ. ചപ്പാത്തി ചുടലൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് കുറച്ചുണ്ടായതെല്ലാം ചുട്ട് കുട്ടികളൊക്കെ നാഷ്ടാക്കി എല്ലാവരും നാഷ്ടാക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താക്കി പറഞ്ഞാൽ അതെല്ലാം ഓഫാക്കിയിട്ട് പിന്നെ കുറേ പണിയുണ്ടെന്ന്. കുറച്ചൊന്നുമല്ല പണിയുള്ളത്. ഞാൻ കേരളത്തിൽ നിന്ന് വന്നതിൻ്റെ ശേഷം അടിച്ചു വാരും തുടക്കും എന്നല്ലാതെ നമ്മൾ ഈ തട്ടിക്കൊട്ടിയിട്ടൊരു എടുക്കലുണ്ടല്ലോ, ആ എടുത്തിട്ടില്ല കേട്ടോ. എന്നാൽ നാഷ്ട ചുടലൊക്കെ അവിടെ കൊണ്ടുകൊടുത്ത് കുട്ടികൾ തിന്നട്ടെ എന്നും പറഞ്ഞിട്ട് പിന്നെ കരിയാപ്പല നമ്മളെന്താക്കലാറ് ഇങ്ങനെ ഒരു കവറിൽ കൊടുന്ന് വെക്കലാണ്. കറണ്ട് ഇല്ലെങ്കിൽ അതൊക്കെ പേർത്ത് പോവുകയും ചെയ്യും. ഇവിടെ ആണെങ്കിലോ മയം കെട്ട് താഴേക്ക് വീണാൽ പിന്നെ കറണ്ട് ഉണ്ടാവില്ല മക്കളെ. അതാണ് ഇവിടുത്തെ അവസ്ഥ. അങ്ങനെ പിന്നെ എന്താക്കിയാണ് അതൊക്കെ എടുത്ത് വെച്ച് കുട്ടികളെ നാഷ്ടാക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നാഷ്ടാക്കാനിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് ഫുഡൊക്കെ കൺട്രോൾ ആക്കിന് നോക്കാം. ഇൻഷാ അല്ലാഹ് എവിടം വരെ എത്തുന്നൊന്നും അറിയൂല. നോക്കാം റിസൾട്ട് ഉണ്ടാവുമോ ഇല്ലേ എന്നൊക്കെ നോക്കാം നമുക്ക്. അങ്ങനെ 2 ചപ്പാത്തി മേലൊക്കെ 4, 5 പോകുന്നിടത്ത് 2 ചപ്പാത്തി മേലൊക്കെ ഇങ്ങനെ ഒതുക്കിക്കണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ പണിയുണ്ട്. അപ്പം അതിനേക്ക്